ഫ്ലാഷ് ബാക്ക്. മെയ് 4 ഫലം വരുമ്പോൾ അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എനിക്ക് നല്ല ഉറപ്പാ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. 100 രൂപ മേളിൽ പോകും. 100 നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ പോകും. കലക്കൊന്ന് പറഞ്ഞതാ. ഭരണവിരുദ്ധ വികാരത്തിൽ കേരളത്തിൽ ആഞ്ഞുവീശി UDF തരംഗം. ഇടതുകോട്ടകൾ തകർത്ത് 102 സീറ്റിൽ ചരിത്ര വിജയം നേടിയാണ് UDF സംസ്ഥാന ഭരണം തിരിച്ചുപിടിച്ചത്. 100 രൂപ മേളിൽ പോകും. 100 നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ പോകും. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ആരിവനാ ആണോടോ? അത് തമാശ. 13 മന്ത്രിമാർ തോറ്റമ്പിയായി തോറ്റു തുന്നമ്പാടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് കഷ്ടിച്ച് കടന്നുകൂടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് കഷ്ടിച്ച് കടന്നുകൂടി. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ പിണ്ണാക്ക് വിജയനായി. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷം. നമ്മുടെ പിണറായി വിജയൻ അങ്ങനെ പിണ്ണാക്ക് വിജയനായി. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരിക്കുക വിജയ. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ? എങ്ങനെയാണ് ഹാട്രിക് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു? ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ഈ മാസം 4-ാം തീയതി ഇവിടെ വരണം. നമ്മളെല്ലാവരും പരിപാടി കണ്ടിട്ടുണ്ട്. അബിൻ വർക്കി ജയിച്ചിരിക്കുന്നു 12,011 വോട്ടുകൾക്ക്. അബിൻ വർക്കിയെ വളരെ നേരത്തെ തന്നെ എന്തോ വിജയിപ്പിച്ചതാണത്. ആരോഗ്യമില്ലാത്ത ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് തോറ്റുപോയേ. വീണ ജോർജ് തോറ്റുപോയേ. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. ആരോഗ്യമില്ലാതെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഇലക്ഷൻ തോറ്റുപോയേ. വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് ചെറ്റ. നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചെറ്റ നാറി. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? അതായത് ഇതുവരെയുള്ള ഇന്നത്തെ ഈ ദിവസത്തെ ജോയി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞങ്ങളെ പ്രതീക്ഷയിൽ ഒരു മാറ്റവും ഇല്ല. ഇടതുകോട്ട ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷക്കനുസരിച്ചാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. എന്നാലും തോൽവി തന്നെയാണ്. അവർ അടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ എറിഞ്ഞു കൊടുത്ത പോലെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ട് മന്ത്രിസഭയിലെ മുതിർന്ന അംഗമെന്ന നിലയിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് ഒരു ഭയം കൊണ്ടാണ് ആശാനെ? പിന്നെ പണമില്ലേലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവരാ. നിങ്ങൾക്ക് എന്നാ ഞങ്ങളെ പറ്റി അറിയാം? മോനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ. മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ മുറതെറ്റാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഭയവുമല്ല പരാജയവുമല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തൊന്നും ഞങ്ങളെ വിലയിരുത്തണ്ട. അത് അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? മിസ്റ്റർ ഭക്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? പണമില്ലേലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവരാ. മുണ്ടും മടക്കി കുത്തി നിൽക്കുന്നു. പിന്നെ എന്താ ചെയ്യണ്ടേ സാറേ?
ഒന്ന് വിളിച്ചോണ്ട് പോടോ. കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. யாரு சித்தப்பு? நீங்க எப்போ வந்தீங்க? എന്നെ നീ പാക്കവേ ഇല്ലയാ? இல்லையா சித்தப்பு? പരാജയത്തെ കുറിച്ച് എന്തോ? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ തോൽവി അംഗീകരിക്കുന്നു. ബിജെപിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല. ഡബിൾ പൂട്ടിട്ട് പൂട്ടിയേക്ക്, എന്തല്ലേ ഇരട്ടത്തായിട്ട് പൂട്ടും. സംശയമൊന്നുമില്ല, ഒരു സംശയം വേണ്ട. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരെ അറിയില്ല, ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല, വീട്ടിൽ അങ്ങനെ സന്ദർശകരെ അനുവദിക്കാറില്ല. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആളുകളിൽ ആഗ്രഹിക്കുന്നതല്ല ഇതൊക്കെയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിക്കുന്ന ആളുകൾ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ബിജെപി രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ രണ്ടാമത്തെ രണ്ട് എം എൽ എ ബിജെപിക്ക്. വിദ്യാഭ്യാസമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ഇലക്ഷൻ പരീക്ഷയിൽ തോറ്റുപോയി. ജനാധിപത്യ സംവിധാനത്തിൽ പരാജയത്തെ പരാജയമായി തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് മാന്യത എന്ന് പറഞ്ഞത്, രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. അതല്ലേ നിവർത്തിയുള്ളൂ. ഇനി പറ. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ചും പരിശോധിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. चिंता मत करो बेटा, और एक बार भी कोशिश करेगा. दिल्ली चलो और हाईकमांड को देखो. ഹൈക്കമാൻഡ് മണ്ണാങ്കട്ട. പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്, അതൊക്കെ ചെയ്യാ. ഇപ്പൊ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത പ്രതീക്ഷിക്കുന്ന വാർത്തയാണ്. കേരളത്തിൽ സ്വാഭാവികമായും ഇനി നടപടിക്രമം നിലയ്ക്ക് നടക്കേണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിരിക്കുന്നു. ഞാൻ ജോലി രാജിവെച്ചെന്ന് പറഞ്ഞേക്ക്. എനിക്ക് ഉത്സവവും ഗാനമേളയുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇതാ എന്റെ രാജ്യഭാഷ. അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി നേരിട്ട് രാജി സമർപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. പ്രത്യേക ദൂതൻ വഴി രാജിക്കത്ത് ലോക് ഭവനിൽ എത്തിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്നുകൂടാ. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. അവരെ അർഹതയുള്ളവർ ഭരിച്ചാൽ മതി. അതല്ലല്ലോ അതിന്റെ ശരി. അതാണ് അതിന്റെ ശരി. തമിഴ്നാട്ടുകാരനായ വിജയ് ജയിച്ചു, മലയാളിയായ വിജയൻ തോറ്റു. മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. ഞാൻ ആഗ്രഹിച്ച പോലെ UDF ഭരണത്തിൽ വന്നു, LDF വീണു. UDF ഭരണത്തിൽ വന്നു, LDF വീണു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിട്ട് മതി ആ കഥകളിക്കാരനും കൊടുത്തേക്ക് 2 എണ്ണം. എഴുതി വെച്ചു. അതാണ് ചോദ്യം. തൃക്കാക്കര കൺഫേം ആണ്. അത്ര ആത്മവിശ്വാസം. മണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ, നീ കളഞ്ഞിട്ട് പോടേ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? ഇതൊന്ന് നോട്ട് ചെയ്തോ. കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. 2026 അസംബ്ലി ഇലക്ഷനില് കൊണ്ട്രയിലെ താമര വീതിയും. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്ത് തോന്നിയ കാണിക്കുന്നത്? ചിരിക്കുന്നു.
ഇനി മേലാൽ എന്തെങ്കിലും തമാശക്ക് നീ ചിരിക്കുന്നത് കണ്ട 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്ര മോദിനെ കുണ്ടറയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? ഇവന്മാർ രണ്ടുപേരും തോറ്റു. താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. അതാരാ? അടിപൊളി ചക്കയെന്ന് പറയണ്ടേ? ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. നീ തീർന്നടാ, നീ തീർന്നു. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് 2020 ആടപടലം. ചക്ക എല്ലാം ചീഞ്ഞുപോയി. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. വേഗം കഴിക്കട്ടെ. MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പൊ ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളൂ. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവരും ഉറപ്പിച്ചു കഴിഞ്ഞു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. സോറി, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. പോട്ടെ രമേ, പോട്ടെ രാധേ, പോട്ടെ എന്തു, പോട്ടെ തോട്ടെ MLA.